കേട്ടിരിക്കും ആ നടിയുടെ പരാതികൾ. അവർ പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതിന്റെ ഗ്രാവിറ്റി, അതിന്റെ ഇമ്പോർട്ടൻസ്, അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന്. എന്താണ് പ്രതികരിക്കാനുള്ളത്? എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിഗണനയിൽ എടുക്കേണ്ടതുണ്ട്. എനിക്കറിയാം, ഞാൻ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ട് ബന്ധപ്പെട്ട രാജേഷ് നൽകിയ കേസിൽ ഞാൻ ഡൽഹി കോടതിയിൽ ഹാജരാവുന്ന ഒരു അഭിഭാഷകയാണ്. സോ ഇത്തരത്തിലൊരു കത്തും വിവാദങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ചില സ്പോൺസേർഡ് നാടകങ്ങൾ വരും എന്ന് അറിയില്ലാത്തൊരു സമൂഹമല്ല നമുക്കുള്ളത്. അത്തരത്തിൽ പരാതിക്കാരിക്ക് ഒരു സീരിയസ് ആയ സ്ട്രിഞ്ചന്റ് ആയ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ പരാതി ബോധിപ്പിക്കേണ്ട തരത്തിൽ പോലീസ് കംപ്ലൈന്റ് ആയിട്ടും അല്ലാതെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയൊന്നുമല്ല പരാതിക്കാരി. സോ അപ്പം പരാതിക്കാരി ഇങ്ങനെ മുഖം മറച്ച് ആൾ ആരാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സ്ത്രീ സമൂഹത്തിന് ചേരുന്ന ഒരു കാര്യമാണോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയല്ല പരാതികൾ ജനിപ്പിക്കേണ്ടത്. പരാതികൾ വ്യക്തമായും കൃത്യമായും ആർക്കെതിരെയാണ് ഉന്നയിക്കേണ്ടിയിരുന്നത്, അത് ഒരു ഡിലേ ഇല്ലാതെ. ഇതിനകത്തൊരു വലിയ ഡിലേ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നേരത്തെ നടത്താതിരുന്നത്? അത്തരമൊരു വെളിപ്പെടുത്തൽ അവർക്ക് നടത്തേണ്ടിയിരുന്നെങ്കിൽ അവർ വ്യക്തമായിട്ട് പോലീസ് കംപ്ലൈന്റ് റൈസ് ചെയ്യുക. പോലീസ് കംപ്ലൈന്റ് റൈസ് ഒരു മനുഷ്യന്റെ ഹൂവർ ഇറ്റ് മൈറ്റ് ബി, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനെതിരെ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിനെതിരെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഹിസ്റ്ററിക്കെതിരെ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് ഏൺഡ് റെപ്യൂട്ടേഷൻ ഉണ്ട്. അതിനെതിരെയൊക്കെ ഒരു പരാതി ഉന്നയിച്ച ഒരു സ്ത്രീ വരുമ്പോൾ സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും സഭ്യതയും ഹനിക്കുന്ന രീതിയിൽ ഒരു പരാതി ആകരുത് അത്. അവര് ഡെഫിനറ്റ് ആയിട്ടും അവർക്കുള്ള കോൺക്രീറ്റ് ആയ പരാതി എന്ത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തിയുടെ പേരടക്കം വെച്ച് പരാതി ഉന്നയിക്കുകയും പരാതി ഉന്നയിച്ചതിന് ശേഷം ഇത്തരം ആരോപണങ്ങളാവാം. അല്ലാതെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ഒരു സമയമല്ല രാഷ്ട്രീയ കേരളത്തിലുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിമല ബിനു, അതിന് അവർ പറയുന്ന ഉത്തരം, ഇപ്പോൾ ഈ പരാതി ഞാൻ ആർക്കെതിരെയാണോ ഉന്നയിക്കുന്നത് ആ വ്യക്തി തിരുത്തപ്പെടണമെന്നാണ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അത് പല വിധത്തിൽ നേരത്തെ ശ്രമിച്ചു, ആ പ്രസ്ഥാനത്തിനകത്ത് പരാതിപ്പെട്ടു, നേതാക്കളോട് സംസാരിച്ച് നേരത്തെ ശ്രമിച്ചു, ഒരു ഫലവും കാണാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അഭിമുഖത്തിൽ അത് പറഞ്ഞു. ആ അഭിമുഖത്തിൽ പറഞ്ഞ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ കൂടുതൽ ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോൾ വന്ന് ഞാൻ ഇത് വിശദീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് നൽകുന്നില്ല എന്ന്. കേരളത്തിൽ സമീപകാലത്ത് സ്ത്രീ പീഡന പരാതികൾ അല്ലെങ്കിൽ ലൈംഗികാതിക്രമ പരാതികളിൽ പ്രത്യേകിച്ച് അത് രാഷ്ട്രീയ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ളത് കാണാമല്ലോ. അത് ഈ പറയുന്ന ഇപ്പോൾ ഈ പരാതി ഉന്നയിക്കുന്ന ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്ന ആൾ, ആ വ്യക്തി തന്നെ ഈ പെൺകുട്ടിയോട് സംസാരിക്കവേ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യപ്പെട്ടത്, അതുകൊണ്ട് എന്നെ അത് ബാധിക്കില്ല എന്നതിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു ബോധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വിധത്തിൽ ഇപ്പോഴും ചിന്തിക്കാത്തത്. അയാൾ തിരുത്തപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അത് സ്വീകാര്യമല്ലേ? നോക്കൂ, അദ്ദേഹത്തെ തിരുത്തുക ആവശ്യം തന്നെ ആയിരിക്കാം, പക്ഷെ അതിന് ആ സമയത്ത് തന്നെ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങേണ്ടിയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും സ്റ്റെപ്പുകൾ എടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു പരാതി പോലും ഉന്നയിക്കാതെ, ഒരു പോലീസ് കംപ്ലൈന്റ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു ആരോപണം റൈസ് ചെയ്യാന്ന് പറയുന്നത് അദ്ദേഹത്തിനായ ഒരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ആരാണ് എന്ന് പറയാതെ കൈ ചൂണ്ടി ദേ ഇന്ന ആളാണെന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹം തന്നെ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ അടക്കം എടുത്തുകൊണ്ടാണ് പരാതിക്കാരി സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരുത്തേണ്ടത് നമ്മുടെ സമൂഹത്തെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കേണ്ടത് കോടതിയും പോലീസുമാണ്. അവരത് ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യണം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണുള്ളത്? സ്ത്രീകൾക്ക് പരാതി കൊടുക്കുവാനേ സാധിക്കുള്ളൂ. പക്ഷെ കൊടുക്കേണ്ടേ, തിരുത്തണം എന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു എങ്കിൽ, ഈ യുവ നേതാവിനെ തിരുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉന്നയിക്കേണ്ട ആരോപണമായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു MLA ആയിട്ട് മത്സരിക്കാൻ ചാൻസ് ഉണ്ടായ സമയത്ത് അവർ ഉന്നയിക്കണമായിരുന്നു. അവർ ഈ സമയത്തൊന്നും പരാതി ഉന്നയിക്കാതെ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം വന്നപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നതിനെ മറ്റ് സ്പോൺസേർഡ് നാടകങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു അഭിഭാഷക എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. അപ്പോ ആ പരാതിക്കാരി അത്തരം സംശയങ്ങളെ ദൂരീകരിക്കാൻ ഉത്തരവാദിത്തമുള്ള ആൾ കൂടിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. ഏതൊക്കെ നിലയ്ക്കുള്ള വ്യക്തത അവർ കൂടി വരുത്തണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം?
നോക്കൂ, ഇത്തരത്തിലൊരു പരാതി അവർക്കുണ്ടെങ്കിൽ അവർ ഒട്ടും വൈകാതെ തന്നെ അതിനെ പോലീസ് കംപ്ലൈന്റ് ആയിട്ട് റേസ് ചെയ്യണമായിരുന്നു. അവരൊരു കംപ്ലൈന്റ് റേസ് ചെയ്യാതെ അവർ വെറുതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളെയും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്ന് പറയുമ്പോൾ അതിലെ മുതിർന്ന ആളുകൾ അത് വേണ്ട വിധത്തിൽ പരിഗണനയിൽ എടുത്തില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആരോപണം സ്പോൺസേർഡ് അല്ല, സ്പോൺസേർഡ് ആണ് എന്ന് ചിന്തിക്കാൻ ധാരാളം വകുപ്പുണ്ട്. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു, ഇന്ന് ആഫ്റ്റർനൂൺ ഇറങ്ങിയ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് CPM പേജുകളും ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളിലും നിരത്തി പിടിച്ച് ഈ സ്ത്രീയുടെ ആരോപണത്തെ ഹൈലൈറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ആ യുവ നേതാവ് പറഞ്ഞ വാക്കിനെ ഹൈലൈറ്റ് ചെയ്താണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? CPM-ഉം MV പാർട്ടി സെക്രട്ടറിയും MV ഗോവിന്ദനും അടക്കമുള്ളവരെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ആരോപണം ഈ സിറ്റുവേഷൻസിനെ ഡൈവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? പരാതി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കേസുകൾ പരിഗണിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡിലേ കോസ്റ്റ്? എന്തുകൊണ്ടാണ് ഇവരൊരു പരാതി ഒറിജിനേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവർ ഡിലേ എടുത്തത്? എന്തുകൊണ്ടാണ് അവർ ഒരു റീസണബിൾ എക്സ്പ്ലനേഷൻ തരാത്തത്? അവരിപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്താ? ഈ ഡിലേക്ക് എന്താണ് കാരണമെന്നാണ്. എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ഉന്നയിക്കാത്തതെന്ന് അവർ പറയുന്നില്ല. അപ്പൊ അതിനെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിനെ അല്ല, അതിനകത്ത് അവർ വിശദീകരിക്കുന്ന ഒരു കാര്യം, ധാരാളം സ്ത്രീകൾക്ക് സമാന അനുഭവമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ സമീപകാലത്ത് പുറത്തു വന്നു. അങ്ങനെ ഒരു ഉൾച്ചിന്ത അപ്പോൾ അവർക്കുണ്ടായി. എന്തുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു? പലതവണ പാർട്ടിക്കകത്ത്, ഈ പ്രസ്ഥാനത്തിനകത്ത് ഇത് ഉണർത്തിയതാണല്ലോ, ആ വ്യക്തിയോടും പറഞ്ഞതാണല്ലോ. അപ്പൊ ഇത് ഒരു വില കൽപ്പിക്കാത്ത വിധത്തിലുള്ള ഹൂ കെയേഴ്സ് എന്നുള്ള സമീപനം തുടർന്നപ്പോൾ അവർക്കിപ്പോ ഒരു അഭിമുഖത്തിൽ അത് അവർ പറഞ്ഞുപോയി എന്നാണ് അവർ വിശദീകരിച്ചത്. അത് നേരത്തെ കൂട്ടി നിശ്ചയിച്ചതല്ല. അവർ പറഞ്ഞപ്പോ പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പൊ വിശദീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയുമുള്ള കാലതാമസത്തിന് അതൊരു വിശദീകരണമായി എടുക്കാമോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അവര് പറയുന്ന ഒരു സംഘടനാ തലത്തിൽ ഒരു പരാതി പറഞ്ഞു എന്നാണ്. അതൊരു ഓറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ കഴിയും നേതാക്കൾക്ക്? അതും നമ്മൾ ചിന്തിക്കണം. എപ്പോഴും പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പാർട്ടിയിൽ ബോധിപ്പിച്ചു എന്ന് പലരും പറയുന്നത് CPM-ന്റെ ആവാം, കോൺഗ്രസിന്റെ ആവാം. പാർട്ടി നേതാക്കളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. പാർട്ടി നേതാവിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്ക്. പാർട്ടി നേതാവിന് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽ എവിഡൻസസ് നോക്കാൻ അദ്ദേഹത്തിന് പവർ ഉണ്ടോ? അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസസ് നോക്കാൻ അദ്ദേഹത്തിന് പവർ ഉണ്ടോ? അത് അങ്ങനെ പവർ ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് സാഹചര്യത്തിലാണ് ഉന്നയിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു പോലീസ് കംപ്ലൈന്റിന്റെ സപ്പോർട്ടീവ് എവിഡൻസോടുകൂടിയല്ലേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. സംഘടനാ തലത്തിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ ഇതിനകത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസസ് വരണ്ടേ? ഒരു പോലീസ് കംപ്ലൈന്റ് വരണ്ടേ? എനിക്ക് ഇന്ന് രാവിലെ തോന്നുകയാണ്, ഓൾ ഓഫ് എ സഡൻ ഒരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചേക്കാം, അവർ ഇതുവരെ തിരുത്തിയിട്ടില്ല, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പരാതി ഉന്നയിച്ചേക്കാം ഞാൻ തോന്നുന്നു. രാവിലെ മോർണിംഗ് ഓൾ ഓഫ് എ ഫൈൻ സണ്ണി മോർണിംഗ് ഞാൻ വരുന്നു, പരാതി ഉന്നയിക്കുന്നു. അങ്ങനെ ആകരുത് സ്ത്രീകൾ ജനിപ്പിക്കുന്ന പരാതികൾ. ഇറ്റ് മസ്റ്റ് ബി കോജന്റ്, ഇറ്റ് മസ്റ്റ് ബി സബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ അതർ എവിഡൻസസ്, ഇറ്റ് മസ്റ്റ് ഹാവ് എ വാലിഡ് റീസണിംഗ് ബിഫോർ ദ ലോ. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, ഒരു യുവ നേതാവിനെതിരെ എന്തും പറഞ്ഞിട്ട് പോകുന്ന സാഹചര്യം കേരളത്തിൽ സ്ത്രീകൾ ഉണ്ടാക്കുന്നത് അതിദയനീയമാണ്. അത് മറ്റുള്ളവരുടെ റൈറ്റിനെ കൂടെ ബാധിക്കുകയാണ്. നാളെ മറ്റൊരാൾക്ക് ഒരു പരാതി ഉന്നയിക്കാനുള്ള സാഹചര്യം നശിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദീസ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ടേൺഡ് ആസ് ഒരു എന്നാ പറയുക, ഇതിനൊരു സബ്സ്റ്റാൻഷിയേറ്റീവായിട്ട് എന്താണ് ഇതിനകത്തുള്ളത്? ഞാനൊരു വുമൺ ലോയറാണ്, വുമൻസിന്റെ റൈറ്റ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോയറാണ്. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ബിഹൈൻഡ് ദ അലിഗേഷൻ? അത് അറിയണ്ടേ? അത് പറയാനുള്ള ബാധ്യത അവർക്കില്ലേ? സമൂഹത്തിൽ ഇത്തരം പരാതികൾ ഉന്നയിക്കുമ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ദിസ് ഇസ് എ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ടൈം. നമ്മളുടെ മുമ്പിൽ വെറും 8 മാസമേ ഉള്ളൂ. മറ്റൊരു ഗവൺമെന്റ് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനതകൾ ഇവിടെയുണ്ട്. ഒരുപാട് പേരുടെ റൈറ്റ്സ് വയലേറ്റഡ് ആണെന്ന് അവർ തിങ്ക് ചെയ്യുന്നു. ആ സമയത്ത് ഇത്തരം പരാതികൾ കൊണ്ടുവരുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു. ഞാൻ ഇന്ന് പ്രമുഖ ഇൻഫ്ലുവൻസറായ വേടന്റെ കേസിൽ കോടതിയിൽ ഹാജരായിട്ട് വരുന്ന ഒരു അഭിഭാഷകയാണ്. പ്രോസിക്യൂഷൻ കുറ്റകരമായ മൗനം കീപ്പ് ചെയ്ത ഒരു കേസിലാണ് എനിക്ക് ഹാജരാകേണ്ടി വന്നത്.
ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മറ്റു 2 പേർ പരാതി ഉന്നയിച്ചിട്ട് പോലും ആ കേസിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റാൻഡ് എടുക്കുകയോ പോലീസ് ആ കുട്ടികളുടെ മൊഴി എടുക്കുകയോ ചെയ്തിട്ടില്ല. കോടതിക്ക് മുമ്പാകെ അത് പ്രസന്റ് ചെയ്തിട്ടില്ല. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഇങ്ങനെയുള്ളവർക്ക് ജാമ്യം നൽകപ്പെടുന്ന എപ്പോഴാണ്? ഇതിങ്ങനെ ഒരു കണ്ടന്റും മെറിറ്റും ഇല്ലാതെ എല്ലാ കേസും കേസായിട്ട് കൊണ്ടുവരിക, യാതൊരു നാച്ചുറാലിറ്റിയും ഇല്ലാതെ ഒരു 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 കേസിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയില്ലേ, വിശുദ്ധി, പവിത്രത. തീർച്ചയായും താങ്കൾ പറയുന്ന പോലെ ഇപ്പോ ഈ നിയമപരമായ വഴികളിലൂടെ കുറെ കൂടി ക്ലാരിറ്റിയോടെ സ്ത്രീകൾക്ക് വേണ്ടി ആ പെൺകുട്ടി അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഈ പാർട്ടി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിനകത്ത് കൂടുതൽ എങ്ങനെ ഒരു ആക്ഷേപം പല ആവർത്തി പാർട്ടിക്കകത്ത് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടും കൂടുതൽ പദവികൾ പാർട്ടിക്കകത്ത് കിട്ടി ജനപ്രതിനിധിയൊക്കെയായി അയാൾ മാറുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ ഈ പെൺകുട്ടി ചെയ്ത ഈ രീതിയിലുള്ളത് ചെയ്താൽ പോരെ? യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ അതിൽ മാറ്റം വരുത്താവുന്നതും അല്ലേ? നോക്കൂ, ഈ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്ന പരാതിയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതിനകത്ത് ഏത് നേതാവ് എന്ന് വ്യക്തമായിട്ട് ഹിന്റ് ചെയ്തിട്ടില്ല. ആരോട് എപ്പോൾ ഇത്തരത്തിലുള്ള പരാതി വീണ്ടും ഇവർ ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഏത് നേതാവിന്റെ ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർക്ക് പേഴ്സണൽ, നീ എന്റെ കൂടെ റിസോർട്ടിൽ പോരുന്നോ അല്ലെ നീ എന്റെ കൂടെ റൂമിൽ പോരുന്നോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഒരു അവർ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് സംസാരിച്ചത് എന്നുള്ളതിന് പോലും വ്യക്തതയില്ലാത്ത തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്. ഹർ സ്റ്റേറ്റ്മെന്റ്സ് ആർ വെരി വിയേർഡ് ഇൻ നേച്ചർ. ഒരു വേർഡായ ഒരു അലിഗേഷൻ മോശമായ ധ്വനിയിലാണെന്ന് അവർക്ക് മനസ്സിലായി എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലായെങ്കിൽ തന്നെ അതിനെ മോശമായ ധ്വനിയിൽ തന്നെ എടുക്കണം എന്നാണ് നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രോസിക്യൂട്രിക്സിന്റെ മൊഴി, ടെസ്റ്റിമണി വാലിഡ് ആണെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവരൊരു പരാതി ഉന്നയിക്കാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും സ്ത്രീകൾ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിറങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ പോപ്പുലാരിറ്റി ഇമ്പോർട്ടന്റ് ആവാം, അവരുടെ ഹൈപ്പ് ഇമ്പോർട്ടന്റ് ആവാം, അവർക്കൊരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ വേണ്ടി അല്ല ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത് എന്ന് പറയുവാൻ കഴിയുമോ? എന്ന് പറയാൻ കഴിയില്ല. എന്ന് പറയാൻ കഴിയില്ലേ ഇത്തരം ഒരു സാഹചര്യത്തില്? അവർക്കൊരു മൈലേജ് കിട്ടുക, അവർക്കൊരു മീഡിയ പ്രസൻസ് കിട്ടുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരക്കാർ പരാതി ജനിപ്പിക്കുമ്പോൾ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മൈലേജിന് വേണ്ടി അതല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ വീണ്ടും ഇൻഫ്ലുവൻസ് ചെലുത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു മീഡിയ ഫ്രെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരൊരു ആസ്പിരന്റ് ആണ്. സോ ഞാൻ പറയട്ടെ, ഈ ഒരു തർക്കങ്ങളും ഞാൻ ഉന്നയിക്കില്ലായിരുന്നു. ഇഫ് ഷി ഹാസ് മെയ്ഡ് എ കോജന്റ് സബ്സ്റ്റാൻഷിയേറ്റീവ്. ശരി, അപ്പൊ പരാതി ഉന്നയിക്കുന്ന രീതി ഈ വിധത്തിലാകരുത് എന്നൊരു അഭിപ്രായമാണ്. ഒരിക്കലും കോടതി അല്ലെന്നേ, അല്ല നമുക്കൊരിക്കലും രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ അല്ലെന്നേ റെമഡി തരേണ്ടത്.